ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. അമീൻ സാറാണ്. മക്കളെ, നമ്മുടെ ക്രിസ്മസ് പരീക്ഷ ഇങ്ങ് അടുത്തെത്തി നിൽക്കുന്ന സമയം അല്ലെ. ഏകദേശം കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഈ മാസത്തില് ഒരു 7 ദിവസവും അടുത്ത മാസം ഏകദേശം ഒരു 10 ദിവസവും എന്ന് വെച്ചാൽ ഏകദേശം ഒരു 17 ദിവസമാണ് നമ്മുടെ മുമ്പിൽ ക്രിസ്മസ് പരീക്ഷയ്ക്കായി ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ എവിടെ വരെ പഠിച്ചെത്തി? നിങ്ങൾക്ക് ആലോചിക്കുന്ന സമയത്ത് തന്നെ ഒരു പേടിയുണ്ടോ? ഏകദേശം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ആനുവൽ എക്സാമിനേഷനുള്ള ഒരു 3/4 ചാപ്റ്റേഴ്സും ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇവർക്ക് പഠിക്കാനുണ്ട് അല്ലേ സർ? ഏകദേശം 75% ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് ഇതിൽ കവർ ചെയ്യണം. അപ്പം സോഷ്യലിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ തന്നെ ഹിസ്റ്ററിയിൽ മാത്രം തന്നെ ആദ്യത്തെ 5ാമത്തെ ചാപ്റ്റർ, 6, 7, അതേപോലെ തന്നെ 9ാമത്തെ ചാപ്റ്റർ, 10ാമത്തെ ചാപ്റ്റർ, 5 ചാപ്റ്റർ ഹിസ്റ്ററിയിൽ തന്നെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ജോഗ്രഫിയിലും 4 ചാപ്റ്ററോളം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പഠിച്ചു തീരും? ഈ ഒരു ഹിസ്റ്ററിയും ജോഗ്രഫിയും മാത്രമല്ല ഇവർക്ക് പഠിക്കാനുള്ളത്, അത് അതിലപ്പുറമായിട്ട് അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇവർക്ക് 10 വിഷയങ്ങൾ, ആ 10 വിഷയങ്ങളും 75% ഭാഗങ്ങൾ ഇവയെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്ട് പഠിച്ചു തീർക്കാനുണ്ട്. ഇതിനെ കുറിച്ചുള്ള പേടിയിലാണോ നിങ്ങളെല്ലാം ഇരിക്കുന്നത്? മക്കളെ, പേടിക്കേണ്ട ആവശ്യമില്ല. Xylem നിങ്ങളുടെ കൂടെയുണ്ട്. കാരണം നമ്മളെ ഓരോ ദിവസവും വ്യക്തമായിട്ട് ആലോചിച്ച് പഠിക്കുകയാണെങ്കിൽ, ഇന്നത്തെ ദിവസം എന്ന് പറയുന്ന ദിവസത്തിന്റെ പ്രത്യേകത തന്നെ എന്താ സാറേ? ഇന്നത്തെ ദിവസം അവധിയാണ്. ഒരുപാട് കുട്ടികൾ അവധിയായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഈ സമയം നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ ചെയ്ത് വെക്കണം. അതെ, സത്യമായിട്ടും. കാരണം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞ സാറ് പറഞ്ഞതുപോലെ ഒരുപാട് കുട്ടികൾക്ക് അവധിയുള്ള ദിവസമാണ്. ഈ അവധിയുള്ള ദിവസത്തില് റീൽസ് തോണ്ടി കളിക്കാതെ പകരം ഈ സമയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ വ്യക്തമായി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള പരീക്ഷ ഒരു കടമ്പയായി നിൽക്കൂല. അല്ലെങ്കിൽ നമ്മൾ നാളെ നീളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നോട്ട് വെക്കും തോറും പഠിക്കാനുള്ള ചാപ്റ്ററുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാപ്റ്റേഴ്സിന്റെ എണ്ണം കൂടിയാൽ ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമ്മുടെ പേടിയും കൂടിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല ഈ ക്രിസ്മസ് എക്സാം കഴിയുന്നതോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്? IT എക്സാമുകൾ, മോഡൽ എക്സാമുകളൊക്കെ തുടങ്ങാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ ചാപ്റ്റേഴ്സ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടില്ല. സോ ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറ്റെവിടെയും പോകേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ നിൽക്കുന്ന ഈ ഒരു ചാനൽ തന്നെ, ഈ ഒരു ചാനലും അതുപോലെ തന്നെ നമ്മുടെ Xylemത്തിന്റെ Asthra എന്ന് പറയുന്ന ചാനലും, ഈ ചാനലുകൾ നിങ്ങൾ നോക്കിയാൽ ഷോർട്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ചെറിയ വീഡിയോകൾ കണ്ടിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചെറിയ കണ്ടന്റ് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് പഠിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ലൈവ് സെഷൻസുകൾ ഉണ്ട്. നിങ്ങളുടെ മുമ്പിൽ എല്ലാം തന്നെ പാക്ഡ് ആയിട്ട് അവൈലബിൾ ആണ്. എന്നിട്ടും നിങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ അതിന്റെ എല്ലാ കുറ്റക്കാരും ആര് മാത്രമാണ്? അത് നിങ്ങൾ മാത്രമാണ്. അത് നിങ്ങൾ എപ്പോഴാ റെക്കഗ്നൈസ് ചെയ്യാന്ന് പറയോ? നമ്മൾ എല്ലാ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആലോചിക്കുന്ന ഒരു വാക്കുണ്ട്, അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ നന്നായിട്ട് പഠിക്കും അല്ലെ? നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന വാക്കാ അടുത്ത പരീക്ഷയ്ക്ക്. ഈ പരീക്ഷയ്ക്ക് ഞാൻ പഠിച്ചില്ല, അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ എന്തായാലും പഠിക്കും. മക്കളെ, എത്ര കാലം നിങ്ങൾ ഈ അടുത്ത പരീക്ഷയെ കാത്തിരിക്കും? ഇനിയും നിങ്ങൾ അടുത്തത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നഷ്ടം നിങ്ങളെ മാത്രമാണ്, നിങ്ങളുടെ റിസൾട്ട് മാത്രമാണ്. ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നിങ്ങളെ തേടി നിങ്ങളുടെ മാർക്ക് കാത്തിരിക്കുന്നില്ല. നിങ്ങൾ മാർക്കിനെ തേടി പോയാൽ മാത്രമേ നിങ്ങളിലേക്ക് അത് എത്തുകയുള്ളൂ. സോ ഫുൾ A+. ഞങ്ങളുടെ Xylemത്തിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കും ഫുൾ A+ കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ അതിയായ താല്പര്യം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും രാവും പകലും ഇല്ലാതെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇരിക്കുന്നതും സംസാരിക്കുന്നതും ക്ലാസ്സുകൾ എടുക്കുന്നതും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. സോ Xylemത്തിന്റെ വീഡിയോകൾ ടൈം വെച്ചുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ടൈം ടേബിൾ വെച്ചിട്ടാണ്. കൃത്യമായിട്ട് ടൈം ടേബിൾ നിങ്ങൾക്കറിയാം. ഓരോ ആഴ്ച നമ്മൾ കൃത്യമായിട്ട് ലോഞ്ച് വരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ആ ലോഞ്ചിലെ ടൈം ടേബിൾ വെച്ചിട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്കൊക്കെ എന്ത് കിട്ടും? നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടാതെ പോയ വീഡിയോസ് ഒക്കെ ഉണ്ടാവും. ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഈ സമയം നല്ല രീതിയിൽ ഫലപ്രദമായിട്ട് മക്കൾ ഉപയോഗിക്കുക. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കും കിട്ടും. കൂടെ ഉറപ്പായിട്ടുമുണ്ട്. ഒരൊറ്റ കാര്യം കൂടെ ഞാൻ നിങ്ങളോട് കൂട്ടിച്ചേർക്കുന്നു. നിങ്ങളുടെ ഈ ഒരു സമയത്തിന്റെ ഉള്ളിൽ, ഈ ഒരു ക്രിസ്മസ് പരീക്ഷയുടെ ഉള്ളിൽ ആർട്സ്, സ്പോർട്സ് പ്രോഗ്രാമുകളെല്ലാം വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്റേഴ്സുകൾ നഷ്ടമായിട്ടുണ്ടാവും. ആ ചാപ്റ്റേഴ്സുകൾ പഠിക്കാൻ ഇതിലും നല്ല സമയം നിങ്ങൾക്ക് വരാനില്ല. സോ മക്കളെ, നിങ്ങൾ ആരും തന്നെ പേടിക്കേണ്ടതില്ല. ഈ ദിവസങ്ങൾ നിങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക. നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ടാവും.